അപ്പോൾ മാലിങ്കര കോളേജിൽ ആദ്യമായിട്ട് അവൻ മിമിക്രി അവതരിപ്പിക്കാൻ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാനും മാലിങ്കര കോളേജിൽ ചെല്ലുന്നു. അങ്ങനെ ഞാൻ പഠിപ്പിച്ച എൻ്റെ ശിഷ്യനെ പോലെയുള്ള കസിനാണ്. അവൻ ആദ്യമായിട്ട് സ്റ്റേജ് ചെയ്യുന്നൊന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തിൽ അവരും പറഞ്ഞ് നീ വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെല്ലുകയാണ്. അപ്പം മാലിങ്കര കോളേജിൻ്റെ ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ അവിടെ എന്തോ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് കുറേ ചരൽ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിവനും കൂടി ചെല്ലുമ്പോൾ ആ ചരലിൻ്റെ മുകളിൽ ഒരു കറുത്ത മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ആ ചരൽ വാരി മുകളിലോട്ട് എറിയുകയും ചിരിക്കുകയൊക്കെ ചെയ്ത് പെൺകുട്ടികളെ നോക്കിക്കൊണ്ട് അവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് ഓരോ പേരുകൾ വിളിച്ചിട്ട് ഈ ചരൽ വാരി എറിഞ്ഞിട്ട് ഒരു കുട്ടിക്കുരങ്ങനെ പോലെ അവിടെ കിടന്ന് മതിക്കുകയാണ്. അപ്പോൾ ഞാനിത് കണ്ട് ഒരു ക്യാമ്പസിൽ ഒരു പയ്യനിങ്ങനെ ചരലിൻ്റെ മുകളിൽ കിടന്ന് ഇങ്ങനെ അഭ്യാസം കാണിക്കുന്നത് കൗതുകത്തോടെ നോക്കിയിട്ട് ഞാൻ ബേബിച്ചനോട് വെച്ച് ഏതാടാ അവൻ വെച്ചപ്പോൾ പറഞ്ഞു അതെൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ കൂടെ പഠിക്കുന്ന സലിംകുമാറാണെന്ന് പറഞ്ഞു. പിന്നീട് ഈ സലിംകുമാറാണ് ദേശീയ അവാർഡ് വാങ്ങിയ നമ്മുടെ ഇന്നത്തെ പ്രശസ്തനായ സിനിമാ താരം സലിംകുമാറായി മാറിയത്. അപ്പോൾ ഈ സലിംകുമാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ ചരലിൽ തലകുത്തി മറിയുന്ന സലിംകുമാറിനെയാണ്. പിന്നെ ഞാനപ്പോൾ അവനോട് പറയാറുണ്ട് നിന്നെ ആദ്യമായിട്ട് കാണുന്ന സിറ്റുവേഷൻ ഏതായാലും ഗംഭീരമായിരുന്നു. അവൻ വളരെ ചിരിയോടെ വയ്ക്കും. അന്നും അവൻ ഈ ബീഡിയെല്ലാം വലിക്കും. ഇന്നും അവൻ ബീഡി വലിക്കാറുണ്ട്. അത് ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല.